നമസ്കാരം. കോതമംഗലം കുട്ടമ്പുഴ ഉരുളന്തണ്ണി വലിയ ക്നാച്ചേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പരക്കെ പ്രതിഷേധം. കോതമംഗലത്ത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും DFO ഓഫീസ് ഉപരോധവും സംഘടിപ്പിച്ചു. കോതമംഗലം KSRTC ഡിപ്പോ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ വൈദികരും കന്യാസ്ത്രീകളും കർഷകരും ഉൾപ്പെടെ വൻ ജനക്കൂട്ടം പങ്കാളികളായി. പ്രതിഷേധ പരിപാടി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്ന് നമുക്കറിയാം. പലരുടെയും അനാസ്ഥ മൂലം സംഭവിച്ച കാര്യമാണിത്. 6 മാസം മുമ്പ് ഇവിടെ ഇതേ സ്ഥലത്ത് നാം വന്നിരുന്നു, പ്രതിഷേധ റാലി നടത്തി. അന്ന് പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഗവൺമെന്റോ വനപാലകരോ ഒന്നും അത് ശരിക്കൊണ്ടില്ല. അതിന്റെ ഫലമായിട്ടാണ് ഇന്നും നാം ഇവിടെ വരേണ്ടി വന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയും ഈ ടൗണിൽ ഞങ്ങൾ വന്നിരുന്നു. അത് പുതിയ വന നിയമത്തിന്റെ പരിഷ്കരണം, അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു റാലിയായിരുന്നു. ഇതുവഴി ആരെയും എതിർക്കുവാൻ വേണ്ടിയല്ല, ജനങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണം കിട്ടണം. ഇവിടെ വനപാലകരുണ്ട്, ജനപാലകരാരുമില്ല. വനത്തെ പരിപാലിക്കുവാൻ ആളുകൾ ധാരാളമുണ്ട്. ഇവിടെ ഓഫീസിലിരിക്കുന്നവരെല്ലാം അങ്ങനെയാണ്. പക്ഷെ ജനങ്ങളെ പരിപാലിക്കുവാനായിട്ട് ആരുമില്ല. MLA നിൽപ്പുണ്ട്, എങ്കിലും ഞാൻ പറയുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനായിട്ട് ഇന്നെല്ലാവരും മടിക്കുകയാണ്. ഒരു കാര്യം പറയാം, ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല മനുഷ്യരുടെ പ്രതികരണം. ഇന്നലെ രാത്രി 10:30-ക്കാണ് ഈ ഒരു തീരുമാനമെടുത്തത്, ഇവിടെ വരണമെന്നുള്ളത്. ഇങ്ങനെ റാലി നടത്താൻ തീരുമാനിച്ച് 10:30-ക്കാണ്. ഇത്രയും മാത്രം ജനങ്ങൾ വന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും തയ്യാറാകാത്തതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഈ വെയിലത്തും ഇതുപോലുള്ള ഈ പ്രതികരണം നടത്തുവാനായിട്ട് വന്നിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാകരുത്. എൽദോസ് സംഭവിച്ച കാര്യങ്ങള് ഇനിയും മറ്റാർക്കും സംഭവിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാം വന്നിരിക്കുന്നത്. വന്യമൃഗശല്യത്തിനെതിരെ അടിക്കടി പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും ഇത് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അതാണ് ദുരന്തങ്ങൾക്ക് കാരണമാവുന്നതെന്നും ബിഷപ്പ് പറഞ്ഞു. ഇപ്പോൾ നാട്ടുകാർ സമാധാനപരമായിട്ടാണ് സമരത്തിന് എത്തിയിട്ടുള്ളത്. എല്ലാ കാലവും സ്ഥിതി ഇതായിരിക്കില്ല, ബിഷപ്പ് വ്യക്തമാക്കി. MLA-മാരായ ആന്റണി ജോൺ, മാത്യു കോൾനാടൻ എന്നിവരും വിവിധ സഭാ മേലധ്യക്ഷന്മാരും പരിപാടിയിൽ പങ്കാളികളായി. സണ്ണി കടുത്താഴെ സ്വാഗതം ആശംസിച്ചു. M4 മലയാളം, കോതമംഗലം.